ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാന്ന് എല്ലാവരുടെയും വിശേഷങ്ങൾ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. മുട്ടയും ഹോർലിക്സും ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല കിടിലൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക. കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ ഓവനിൻ്റെയോ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു മിക്സിൻ്റെ ജാറ് മതി. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് വേണ്ടത് അപ്പക്കാരാണ്. ഞാനൊരു 1/4 ടീസ്പൂണിനോളം ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിനി ഗ്ലാസ് അളവിൻ്റെ കണക്കാണ് പറയുന്നത്. ഇതുപോലെയുള്ള ഒരു ഗ്ലാസ്സാണ് ഞാനിപ്പോൾ അളവിനായിട്ട് എടുക്കുന്നത്. അതിൽ ഒരു ഗ്ലാസ് നിറയെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മധുരം വേണം. അപ്പോൾ നോക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം മധുരം ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ മധുരം കുറച്ച് കൂടിപ്പോയി, കാരണം ഹോർലിക്സ് ചേർത്ത് കൊടുക്കുന്നതല്ലേ. അത് മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/4 ഗ്ലാസ് പാലും 1/4 ഗ്ലാസ് ഓയിലും ഒരു 2 പാക്കറ്റ് ഹോർലിക്സ് ഇതുപോലത്തെ പാക്കറ്റ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പോഴത്തേക്കും നമുക്കൊരു പാന് ഗ്യാസിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഓയിലോ നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്ററില്ലേ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ ഏതെങ്കിലും ഫ്രൈയിങ് പാനോ ഇതുപോലെ അല്ലെങ്കിലുള്ള സ്റ്റീലിൻ്റെ കളയാൻ വെച്ച പ്ലേറ്റോ ഏതെങ്കിലും ഒന്ന് അടിയിൽ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് കുക്കാക്കി എടുക്കാം. അപ്പോൾ ഒന്ന് അടി ഭാഗം ഒന്ന് കുക്കായി വന്നിട്ടാകുമ്പോൾ മുകൾ ഭാഗം വേണമെങ്കിൽ ഒന്ന് ഫ്രൈയിങ് പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഇതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം അതിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടെന്ന്. അപ്പോൾ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല വായിലങ്ങ് ഇടുമ്പോൾ തന്നെ അലിഞ്ഞങ്ങ് പോകും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഒരു പോള റെസിപ്പിയാണിത്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഓയിലോ അല്ലെങ്കിൽ പരത്തി എടുത്തിട്ടുള്ള സ്നാക്കോ അതൊന്നും തയ്യാറാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ നോക്കുക. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബൈ ബൈ.